ഇവിടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ സരിൻ ഇവിടെ മത്സരിക്കുകയാണ്. ഉത്തമനായൊരു ചെറുപ്പക്കാരൻ, പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധതയുള്ള, ജനസേവനത്തിന് വേണ്ടി ജോലി പോലും രാജിവെച്ച് നിസ്വാർത്ഥ സേവകനായി പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച് അതിലൂടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരിൻ. ഈ പാലക്കാട്ട് ജനതയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ്. പഠിക്കുന്ന കാലത്ത് സമർത്ഥനായ വിദ്യാർത്ഥി, മിടുക്കനായി പഠിച്ചു വളർന്നു, ഒരിടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു, ഡോക്ടറായി, ആതുര ശുശ്രൂഷ രംഗത്ത് സേവനമർപ്പിക്കാനുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണ് MBBS ഡോക്ടറാവാൻ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ അർഹതയിൽ അനുമതി ലഭിച്ച് കൃത്യസമയത്ത് തന്നെ കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറായി പുറത്തിറങ്ങി. ഡോക്ടറായി പുറത്തിറങ്ങുന്ന കാലഘട്ടത്തിലും ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ സരിൻ്റെ, ഡോക്ടറുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മെഡിക്കൽ കോളേജിലും എല്ലാ വിദ്യാർത്ഥികളുടെയും അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രിയങ്കരനായ വിദ്യാർത്ഥിയായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ സരിൻ. അതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം. MBBS കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സിവിൽ സർവീസ് ആഗ്രഹിച്ചു. അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു. അക്കൗണ്ട്സ് ജനറൽ മാനേജരായിട്ട് അദ്ദേഹം സേവനം നടത്തി. ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത് ഏതാണ്ട് ഒരു 5-6 വർഷക്കാലം വലിയ ശമ്പളം വാങ്ങി ജീവിച്ചു. പക്ഷെ അദ്ദേഹം അപ്പോൾ ജനങ്ങളോടൊപ്പമായിരുന്നു. അദ്ദേഹം അന്ന് ജനസേവനത്തിൻ്റെ വഴികളാണ് ചിന്തിച്ചത്. അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും മറ്റ് സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു. ഇടതുപക്ഷ മനസ്സായിരുന്നു. ആ ഇടതുപക്ഷ മനസ്സുമായി അദ്ദേഹം കടന്നുപോയി. അങ്ങനെ ആ സേവന രംഗത്ത് പ്രവർത്തിച്ച് അദ്ദേഹം പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഇവിടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഏതാണ്ട് ഒരു 5-6 വർഷക്കാലം പ്രവർത്തിച്ച് വലിയ ശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഒരു ഡോക്ടർ, ഏത് രംഗത്തും പണമുണ്ടാക്കണമെങ്കിൽ പണമുണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഒരു ഉന്നതനായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അത് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും അപൂർവമായ ഒരു സംഭവമാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായി. അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ്. ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും നിഷ്പ്രഭമാക്കിക്കൊണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെയും സാമ്പത്തിക താല്പര്യങ്ങളുടെ പിന്നാലെയും കോൺഗ്രസും അതിൻ്റെ നേതാക്കളും സഞ്ചരിക്കുന്നു. രാജ്യത്തിൻ്റെ പുരോഗതി അവർക്കൊരു പ്രശ്നമേ അല്ല.
അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വല്ലാത്ത തരത്തിൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോട്, വലതുപക്ഷ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ആ വിയോജിപ്പിൽ നിന്നാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ, ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതയുള്ള, ജനസേവന പാരമ്പര്യമുള്ള, ജനങ്ങളിൽ ജീവിതമർപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി വൻ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരത്തുകയാണ്. ഈ നാടിൻ്റെ സമഗ്ര മേഖലയിലും പാലക്കാടിൻ്റെ സമഗ്ര മേഖലകളിലും വികസന മുരടിപ്പാണിപ്പോൾ. ആ വികസന മുരടിപ്പിനെ മാറ്റിമറിച്ച് വികസനോന്മുഖമായൊരു പാലക്കാട്, ഇവിടെ കാർഷിക മേഖല, നഗരമേഖലകൾ, അതുപോലെ തന്നെയുള്ള മറ്റ് ജനവാസ മേഖലകൾ, ഇവിടെയെല്ലാമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ പാലക്കാടിനെ ഐശ്വര്യസമ്പുഷ്ടമാക്കാൻ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട്, ഒരുപാട് ആശയങ്ങൾ വെച്ചുകൊണ്ട്, ഒരുപാട് ആശയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം, ഒരു പ്രതിഭാശാലിയായി ഉയർന്നു വന്ന് ആ പ്രതിഭയിലൂടെ ഈ പാലക്കാട് പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടന്ന് സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതല്ല. ജനസേവനം, മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക, സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ, ഒരു രോഗിയോടുള്ളൊരു ഡോക്ടറെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ, ഒരു ഡോക്ടറുടെ, ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ, ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ തൻ്റെ മുൻഗാമികളെല്ലാം ഉപേക്ഷിച്ചു പോയ, പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു. അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് ഡോക്ടർ സരിൻ ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ സരിൻ ജയിക്കും. സരിൻ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്, ഈ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്, ഇവിടുത്തെ കർഷക ജനസാമാന്യത്തിന് ആവശ്യമാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും എല്ലാം ആഗ്രഹിക്കുന്നത് സരിൻ ജയിക്കണം, ജയിച്ചു വരണമെന്നാണ്. ആ ദൗത്യം നിർവഹിക്കാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സരിനെ വിജയിപ്പിക്കാൻ ഉത്തമനായൊരു പൊതുസേവകൻ, ജീവിതത്തിൽ ജനസേവനത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ഇവിടെ ജനവിധി നേടുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മത്സരമാണെങ്കിൽ പോലും ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ലക്ഷ്യബോധത്തോടുകൂടി എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ചിന്തിക്കും. എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ഡോക്ടർ സരിന് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. പാലക്കാട് ജനതയുടെ ആഗ്രഹം സഫലീകരിക്കും
എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.